guys, welcome back to yet another video of collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് BSc in Perfusion Technology പഠിക്കാനായിട്ട് കർണാടകയിലുള്ള ടോപ്പ് ക്യാമ്പസുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ബാംഗ്ലൂരിലുള്ള ടോപ്പ് കോളേജസ് ഏതൊക്കെയാണെന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് റെഫർ ചെയ്യുക. മാത്രമല്ല കർണാടകയിൽ ഈ ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കൂടാതെ താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ കൂടി ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. BSc in Perfusion Technology അത് മാത്രമല്ല മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കോഴ്സും പഠിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കർണാടക എന്ന് പറയുന്നത്. അതും മാംഗ്ലൂർ പോലുള്ള സിറ്റീസ് ഈ മെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ ഏറ്റവും മികച്ച ഓപ്ഷൻസ് ആണ്. കാരണം ഒരു മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡ് പഠിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ്, ക്ലിനിക്കൽ എക്സ്പോഷർ, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, ഫാക്കൽറ്റീസ് നടക്കുന്ന ക്ലാസ്സുകൾ, ഇത് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. കൂടാതെ ഇവിടുത്തെ എല്ലാ ക്യാമ്പസുകളും ടോപ്പ് ബ്രാൻഡ് വാല്യൂ ഉള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് നിരാശ തരുന്ന ഒന്നാവാൻ സാധ്യതയില്ല. മാത്രമല്ല ഇവിടുത്തെ പഠനം അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് നിങ്ങളുടെ കരിയർ ഗ്രോത്തിനും പിന്നീടുള്ള നിങ്ങളുടെ ഫ്യൂച്ചറിനും ഒരുപാട് ബെനിഫിറ്റ് നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഒരു ക്യാമ്പസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആ ഒരു ക്യാമ്പസിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്ന് അന്വേഷിച്ചിരിക്കണം. പക്ഷെ പലപ്പോഴും നിങ്ങൾ അന്വേഷിക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിച്ചുകൊള്ളണമെന്നില്ല. കാരണം പലപ്പോഴും ക്യാമ്പസുകൾ നിങ്ങളുമായിട്ട് സഹകരിക്കണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ലെവൽ അത്രത്തോളം ലിമിറ്റ്ലെസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും നിങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് ഈ ഒരു കോഴ്സ് പഠിക്കേണ്ട ആവശ്യം വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ മാംഗ്ലൂരിലുമുള്ള ടോപ്പായിട്ടുള്ള BSc in Perfusion Technology പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസുകൾ ഏതൊക്കെയാണോ അതിൽ നിന്ന് ഏറ്റവും മികച്ചത് ചൂസ് ചെയ്ത് അതിലും ഏറ്റവും മികച്ചത് ഏതാണോ അത്തരത്തിലുള്ള ക്യാമ്പസുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് ഞങ്ങൾ നിങ്ങൾക്കായി തരുന്നത്. മാംഗ്ലൂരിൽ നിങ്ങൾക്ക് ഈ കോളേജ് പഠിക്കാനായിട്ട് ബെസ്റ്റായിട്ട് കുറച്ച് കോളേജസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് AJ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അഫിലിയേഷനിൽ വരുന്ന ഈ കോളേജിൽ നിങ്ങൾക്ക് പെർഫ്യൂഷൻ ടെക്നോളജി പഠിക്കണമെന്നുണ്ടെങ്കിൽ +2 ബയോളജി സയൻസിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾക്ക് 50 മുതൽ 55% വരെ മാർക്ക് വേണം. ഇനി നിങ്ങൾക്ക് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിൽ 35% കുറയാത്ത മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാംഗ്ലൂരിലെ ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ശ്രീനിവാസ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നതാണ്. 4 വർഷത്തെ കോഴ്സ് ഡ്യൂറേഷനിൽ വരുന്ന ഈ കോഴ്സ് അവസാന 1 വർഷം ഇന്റേൺഷിപ്പ് ആയിട്ടാണ് വരുന്നത്. ഇനി 35% മാർക്ക് തന്നെയാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ ശ്രീനിവാസ് മാത്രമല്ല ഓപ്ഷൻ, വേറെയും ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് എനപ്പോയ മെഡിക്കൽ കോളേജ്. ഇവിടെ നിങ്ങൾക്ക് ഈ കോഴ്സ് 3.5 വർഷത്തെ ക്ലാസ്സും 6 മാസത്തെ കമ്പൽസറി ഇന്റേൺഷിപ്പോട് കൂടിയാണ് വരുന്നത്. ഇനി മാംഗ്ലൂർ വേണ്ട, ബാംഗ്ലൂർ ആണ് നിങ്ങളുടെ ഡ്രീം സിറ്റി എന്നുണ്ടെങ്കിൽ അവിടെയും ഈ കോഴ്സിനായിട്ടുള്ള മികച്ച ക്യാമ്പസുകൾ അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ BGS ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന ഈ ക്യാമ്പസിൽ നിങ്ങൾക്ക് പഠിക്കാൻ 45% മാർക്ക് മതിയാകും. അതും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾ വെവ്വേറെ നിങ്ങൾക്ക് 45% മാർക്ക് ആവശ്യമാണ്. അതുകൂടാതെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് 3 വർഷത്തെ അക്കാഡമിക് +1 വർഷത്തെ ഇന്റേൺഷിപ്പ് ആയിട്ടാണ്. അടുത്തതാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിൽ 50% കുറയാത്ത മാർക്കുണ്ടോ? എന്നാൽ ഈ ക്യാമ്പസ് മികച്ച ഓപ്ഷനാണ്. ഇനി 35% മാർക്കാണ് ലഭിച്ചതെന്നുണ്ടെങ്കിൽ മാംഗ്ലൂരിൽ മാത്രമല്ല ബാംഗ്ലൂരിലും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജ്, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അഫിലിയേഷനിൽ വരുന്ന ഈ കോളേജിൽ നിങ്ങൾക്ക് 4 വർഷത്തെ കോഴ്സായിട്ട് ഈ കോഴ്സ് പഠിച്ചിറങ്ങാൻ സാധിക്കും. അതും അവസാനത്തെ 1 വർഷം ഇന്റേൺഷിപ്പ്. ഇനി 35% മാർക്ക് തന്നെയാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് പോയിന്റ് മാത്രമല്ല വൈദേഹി മെഡിക്കൽ കോളേജും ബാംഗ്ലൂരിലെ മികച്ച ഓപ്ഷനാണ്. ഇവിടെ 20 ഇൻടേക്ക് മാത്രമാണ് അവർ 1 വർഷം എടുക്കുന്നത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിൽ 35% കുറയാത്ത മാർക്ക് ഉണ്ടെങ്കിൽ ഇവരുടെ 4 വർഷത്തെ കോഴ്സിൽ നിങ്ങൾ എലിജിബിൾ ആണ്. അടുത്തത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന രാജരാജേശ്വരി മെഡിക്കൽ കോളേജിൽ 40% മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. ഇനി ഇതുകൂടാതെ മികച്ച ഓപ്ഷൻസ് വേറെയും ഉണ്ട്. അതിൽ ചിലതാണ് സപ്തഗിരി മെഡിക്കൽ കോളേജ്, RR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ്, MVM കോളേജ്
ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്, ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്. ബാംഗ്ലൂരിലും അതായത് കർണാടകയിൽ BSc ഇൻ പെർഫ്യൂഷൻ ടെക്നോളജി പഠിക്കാൻ പറ്റുന്ന മികച്ച കോളേജുകൾ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ഇനി ഇതിൽ ഏത് വേണമെന്ന് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഈ പെർഫ്യൂഷൻ ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടതിന് ശേഷം ഏത് കോഴ്സ് വേണം അല്ലെങ്കിൽ ഏത് കോളേജ് വേണമെന്നുള്ളത് നിങ്ങളൊന്ന് ചൂസ് ചെയ്യുക. എന്നിട്ട് കരിയർ അസിസ്റ്റൻസിനും അല്ലെങ്കിൽ കരിയർ ഗൈഡൻസിനുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സീറ്റ് ഉടനെ തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഉടൻ തന്നെ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. കൂടാതെ താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിൽ ജോയിൻ കൂടി ചെയ്താൽ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്.